Hi everyone, this is Advocate Ruxana here. Welcome back to Law and Life. ഇന്ന് ഒരുപാട് വേദനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫോണായാലും നമ്മുടെ പത്രമായാലും നമ്മൾ ടി വി ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. ഒരു 3 ദിവസമായിട്ട് നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരു കൊച്ചു പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ആദ്യം മിസ്സിംഗ് കേസിൽ തുടങ്ങി, പിന്നെ മർഡർ കേസായി, ഇപ്പോൾ അത് പോക്സോ കേസ് വരെ എത്തി നിൽക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും പോലെ, നമ്മളെല്ലാവരെയും പോലെ ഈ ലോകത്ത് സന്തോഷത്തോടെ ഒരുപാട് സേഫായിട്ട് ജീവിക്കാൻ അർഹതയുണ്ടായിരുന്ന, അവകാശം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണല്ലേ അതും. എന്നിട്ടും പാതി വഴിയിൽ അതിൻ്റെ ജീവൻ നിലച്ചിരിക്കുന്നു. അതോടൊപ്പം ആ കുഞ്ഞ് അനുഭവിച്ചിരിക്കുന്ന പീഡനങ്ങളും വേദനകളും നമ്മൾ ഓരോരുത്തരെയും നോക്കാൻ പ്രേരിപ്പിക്കുന്നത്, പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് വേറെ പലതിലേക്കുമാണ്. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആവേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റീനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഉള്ളത് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇതല്ലേ. സോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, ആ കുഞ്ഞ് നമ്മളെ വിട്ടു പോയി, ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന്. അതെ, നമുക്ക് ഇനി ചെയ്യാനുണ്ട്. ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളെ വിശ്വസിച്ച്, നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്നേഹം വിശ്വസിച്ച്, നമ്മുടെ കരുതൽ പ്രതീക്ഷിച്ച്, നമ്മുടെ സംരക്ഷണം ആഗ്രഹിച്ച്, നമ്മളിൽ സേഫാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ നമ്മുടെ വീട്ടിലും നമുക്ക് അറിയുന്നവരുമൊക്കെ ആയിട്ടുണ്ട്. അവരിലേക്ക് കണ്ണ് തുറക്കേണ്ട സമയമാണ് പാരൻസ്. അത് അവരിലേക്ക് വ്യക്തമായി നോക്കേണ്ട സമയമാണ്. ഇനിയും അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കുഞ്ഞുങ്ങളെ പല രീതിയിൽ വേദനിക്കുന്ന മനുഷ്യരായിട്ട് ജീവിക്കുന്നവരായിട്ട് കാണേണ്ടി വരും. ഈ കല്യാണി എന്ന് പറയുന്ന ഈ പൊന്നുമോളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിലുള്ളത് അല്ലേ. നമ്മൾ ഓരോരുത്തരും വാർത്തയിൽ കണ്ടതാണ്. കുറേ നാളുകളായിട്ട് സ്വന്തം അച്ഛൻ്റെ അനിയൻ പീഡിപ്പിക്കുന്നു. ആ കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ പൊട്ടി മുറിവേറ്റിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും ആ വീട്ടിലുള്ള ആളുകൾക്കോ അംഗനവാടിയിലെ ടീച്ചേഴ്സിനോ ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്ന ശാരീരിക മാനസിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനോ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാനോ ആ നീറുന്ന മനസ്സ് അറിയാനോ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ കാബാലികന്മാരാവുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുറേയേറെ ജാഗ്രത ഇനി കാണിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഒരു അവസരത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളെ ഡിസ്കഷൻസ് ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് സെക്ഷൽ എഡ്യൂക്കേഷൻ ആയതിനെക്കുറിച്ച്. സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് പേർക്ക് അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകളുണ്ട്. എന്തൊക്കെയാണ് ആ തെറ്റിദ്ധാരണകൾ? അതുപോലെ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ആരാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? അതുപോലെ നമ്മുടെ വീടുകളിലുള്ള കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവരോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പാരൻസ് ആവാൻ പോകുന്നവരും പാരൻറ്റിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും അതുപോലെ നിങ്ങൾക്ക് വീടുകളിൽ അല്ലാതെയും കുട്ടികളുള്ളവരൊക്കെ ഇത് ഇനി അങ്ങോട്ടേക്ക് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ഒരു പാരൻറ്റിങ് ഒരു മോഡൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് സെക്ഷൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ തെറ്റിദ്ധാരണകൾ എന്താണ്, അത് കൊടുക്കേണ്ടവരാരാണ്, സെക്ഷൽ എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് പെടുന്നത്, അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം തൊട്ടേ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ആ 4 കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. എന്താണ് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓരോ കുട്ടിയുടെയും പ്രായത്തിനും മാനസിക വളർച്ചയ്ക്കും അനുസൃതമായി ലൈംഗികതയുടെ ഓരോ വശങ്ങളെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ് അവരിലേക്ക് പതുക്കെ ഓരോന്നായിട്ട് പകർന്നു കൊടുക്കുന്നതിനെയാണ് നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പാരൻസിനും ഒരുപാട് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് സിലബസിലേക്കൊക്കെ സെക്ഷൽ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ
ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള റെസ്പോൺസുകളിൽ നിന്നൊക്കെ നമുക്കറിയാം ആളുകൾക്ക് അത് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. അതായത് നമ്മളുടെ പെനട്രേറ്റീവ് സെക്സ് അല്ലെങ്കിൽ ഒരു ചൈൽഡിൻ്റെ ബർത്ത് അത് മാത്രം, അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു ഇൻ്റർകോഴ്സിനെ കുറിച്ച് മാത്രം ഫുൾ A to Z നമ്മൾ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ് മാത്രമാണ് നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് എന്നുള്ള ഒരു ധാരണയിൽ പലർക്കും സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെന്തിനാ, അതിൻ്റെ ആവശ്യകത എന്താ എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈംഗികതയുടെ ഓരോ വശങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായിട്ട് നമ്മുടെ കുട്ടികളുടെ പ്രായത്തിനും അവരുടെ മാനസിക വളർച്ചയ്ക്കും അനുസരിച്ചിട്ട് അവരിലേക്ക് അതിൻ്റെ അറിവെത്തിക്കുന്നതിനെയാണ് നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക, അതിന് നേരെ മുഖം തിരിക്കാതിരിക്കുക, നമ്മുടെ കുട്ടികൾക്ക് അത് നമ്മൾ ശരിയായ രീതിയിൽ കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു പരിധിയിൽ, അത് പഠിക്കുന്ന ആ പരിധിയിൽ എന്തൊക്കെയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ആ ഒരു ബർത്തും കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഈ സെക്ഷൽ എഡ്യൂക്കേഷനിൽ ഉള്ളത് എന്നതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഒരാളുടെ ശരീരത്തിൻ്റെ ഘടന, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വളർന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, അതുപോലെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ ലൈംഗികപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ, ബൗണ്ടറീസിൻ്റെ പ്രസക്തി, നമ്മുടെ ശരീരത്തിനുള്ള ലിമിറ്റേഷൻ, ബൗണ്ടറി ഉണ്ടല്ലോ, അതിരുകൾക്കുള്ള പ്രസക്തി, അതുപോലെ നമ്മുടെ ശരീരത്തിൽ തൊടുന്നതിൻ്റെ സമ്മതത്തിനുള്ള പ്രസക്തി, അതുപോലെ തന്നെ സുരക്ഷിതമായ ലൈംഗിക ജീവിതം, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെയാണ്, സെൽഫ് പ്രൊട്ടക്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ലൈംഗികപരമായിട്ട് പകരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ശരീരത്തിനെ കുറ്റപ്പെടുത്താതെ അതിനെ സ്നേഹിക്കേണ്ട രീതി എന്താണ്, അതുപോലെ ആരെങ്കിലും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ബൗണ്ടറി ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളെ തൊടുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കേണ്ട രീതി എന്താണ്, അതുപോലെ ജെൻഡർ ഓറിയൻറ്റേഷൻ, ജെൻഡർ ഡൗട്ടുകൾ, കുട്ടികൾക്ക് കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന ശരീരത്തിനെ കുറിച്ചുള്ള നിരവധി സംശയങ്ങൾ, അതുപോലെ ഫിസിക്കലായിട്ട് നമുക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയുക, നമ്മുടെ ബൗണ്ടറി എന്താണെന്ന് അറിയുക, നമ്മുടെ കൺസെൻറ്റിനെ കുറിച്ച് എന്താണെന്ന് അറിയുക, ഇത്ര മാത്രം. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ, അതുപോലെ നമ്മുടെ ഒരുപാട് സെക്ഷലി ഒരുപാട് കാര്യങ്ങൾ, ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ മേഖലയാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒരിക്കലും ഒരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ് അത് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഏരിയ ആയിട്ട് കണ്ട് അതൊക്കെ എന്തിനാ, അതുപോലെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും. കുട്ടികളത് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ടോ, സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ, അത് അവർ വളരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ വളരുന്നതിനോടൊപ്പം അത് അറിയില്ലേ എന്നുള്ളൊരു തോന്നൽ ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനെ ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എല്ലാവരും വളരും. പക്ഷേ അത് ഒരുപാട് അപകടങ്ങളിലേക്കാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ മേലെയുള്ള കൈകടത്തലുകൾ. അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ കൂടിയേ തീരൂ. ഓരോ പ്രായം എത്തുമ്പോൾ അവരത് പഠിച്ചോളും എന്നുള്ള ഒരു നിസ്സാരഭാവം നമ്മൾ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ആരാണ് കുട്ടികൾക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ആരാണ് ഇനി നമ്മുടെ കുട്ടികൾക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം അവർ ഫാമിലി ഇറ്റ് സെൽഫ്. നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അതായത് പാരൻസ് ആണ് ഒരു കുട്ടീൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവരിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞ് സെക്ഷൽ എഡ്യൂക്കേഷൻ ശരിയായ രീതിയിൽ എന്താണ് എന്ന് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ അവരോട് വ്യക്തമായി പാരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്, നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്ത ടച്ചുകൾ ഏതാണ്, നിങ്ങളങ്ങനെ കംഫർട്ടബിൾ ആവാതിരിക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഫസ്റ്റ് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് നിങ്ങളെ തൊടാൻ
തൊടാനുള്ള അധികാരമുള്ളത്, എവിടെയൊക്കെയാണ് അവർ തൊടാനുള്ളത്, അതിൻ്റെ ലിമിറ്റ് എന്താണ്, അതിൻ്റെ ബൗണ്ടറി എന്താണെന്നൊക്കെ വ്യക്തമായി ഫാമിലിയിൽ നിന്ന് തന്നെ പാരൻസ് തന്നെ പറഞ്ഞു കൊടുക്കണം. രണ്ടാമതായി വരുന്നതാണ് സ്കൂളും ടീച്ചേഴ്സും അതോറിറ്റിയും കാര്യങ്ങളൊക്കെ. അവരും അതുപോലെ തന്നെ സെയിം ഒരു ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ പല രീതിയിൽ കുട്ടികളെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. അതേപോലെ ഗവൺമെൻറ്റും പല രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെയും അല്ലാതെയൊക്കെ അതിനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. പിന്നെ നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിളാണ് കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇനി ഇൻ കേസ് ഒരുപാട് പാരൻസിന് അറിവുള്ളവരും അറിവില്ലാത്തവരും ഉണ്ടായേക്കാം, അതൊരു തെറ്റല്ല. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളത് കിട്ടുന്ന സോഴ്സുകളിൽ നിന്ന് പഠിക്കുകയും എന്താ പറയുക, നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും അതുപോലെ കുട്ടികളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ അതിനുള്ള അറിവുകളും ഇൻഫർമേഷൻസും എല്ലാം കളക്ട് ചെയ്ത് നമ്മളെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പ്രാപ്തരാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞു 4 കാര്യങ്ങൾ നമ്മൾ വളരെ കുഞ്ഞിലെ നമ്മുടെ വീട്ടിലുള്ള ഓരോ കുഞ്ഞുങ്ങളെയും ചെറുപ്പം തൊട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ഒരു 4 കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ കുട്ടികളുടെ ബോഡി പാർട്ട്, അതായത് അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിൻ്റെ പേരുൾപ്പെടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരുപാട് കുട്ടികൾ അതെന്താണെന്നറിയാതെ ഒരുപാട് പാരൻസിന് അത് പറഞ്ഞു കൊടുക്കാൻ ഇന്നും നാണമാണ്, അല്ലെങ്കിൽ ഒരു മടിയാണ്. എന്തിനാണ് നിങ്ങൾ ഇനിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെടുത്ത് അവരുടെ ശരീരത്തിനെക്കുറിച്ച്, അവരുടെ അവയവങ്ങളെക്കുറിച്ച്, അവരുടെ സെക്ഷൽ പാർട്ടിനെ കുറിച്ച് നിങ്ങൾ ഇനിയും പറയാൻ നാണിച്ച് നിൽക്കുന്നത് എന്തിനാണ്? അവർ നിങ്ങളെ കുഞ്ഞുങ്ങളല്ലേ. നിങ്ങളിൽ നിന്നല്ലാതെ അവർ ആരിൽ നിന്നാണ് അതറിയേണ്ടത്? എത്ര പാരൻസിന് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ എൻ്റെ കുഞ്ഞിന് അവരുടെ സെക്ഷൽ അവയവങ്ങളെക്കുറിച്ച്, അത് എന്താണ്, എന്തിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ പേരുകൾ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ എത്ര ആളുകൾക്കാണ് സാധിക്കുന്നത്? ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ ഇനി മാറി നിൽക്കേണ്ടതില്ല, ഇനി നാണിച്ച് നിൽക്കേണ്ടതില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. അത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത കേസുകളിലാണ് നമ്മൾ പോക്സോ കേസുകളിലൊക്കെ നമ്മളടുത്ത് അതിൻ്റെ വിക്റ്റിമായിട്ട് വരുന്ന കുട്ടികൾ, അവരടുത്ത് നമ്മൾ കേസിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എവിടെയാണ് കുഞ്ഞിന് ഒരു ബാഡ് ടച്ച് ഉണ്ടായിട്ടുള്ളത്, എവിടെയാണ് ഇങ്ങനെ തോന്നിയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയായ ആ അവയവത്തിൻ്റെ പേര് പറയാനോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് എന്ന് പറയാൻ അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് എന്താണെന്ന് പറയാതെ വീട്ടുകാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള നിക്നെയിമുകളും കളിയാക്കിക്കൊണ്ടുള്ള പേരുകളൊക്കെ പറഞ്ഞ് അവരെ കൺഫ്യൂഷനാക്കി അവരത് വിശ്വസിച്ച് പറയുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരം കേസുകൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായി ആ അവയവം എന്താണെന്നും കുട്ടി അതുപോലെ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ നിക്നെയിമും കാര്യങ്ങളും എഴുതുമ്പോൾ ഒരുപക്ഷെ ആ കേസിൻ്റെ സ്ട്രെങ്ത്തിനെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ കുട്ടികളെ ഇപ്പോൾ പീഡിപ്പിക്കുന്നത്, അവരുടെ ദേഹത്തേക്ക് കൈ കടത്തുന്നത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത, നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടുള്ള നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള സറൗണ്ടിങ്സും എന്നൊക്കെയാണ് കുട്ടികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്. സോ നമ്മൾ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അവരുടെ ഒരു ചെറിയ ഒരു ആക്ഷനിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നിന്നോ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്നോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാതെയാവും. ഇത്തരം സെക്ഷൽ അവയവങ്ങളെക്കുറിച്ച്, അതിൻ്റെ പേരുകളെക്കുറിച്ച്, അതെന്താണ് എന്ന് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളോട് പോലും അവർക്ക് എവിടെയാണ് ശരിക്കും ബാഡ് ടച്ച് ഉണ്ടാവണതെന്ന് കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ബോഡി പാർട്ടിനെ കുറിച്ചിട്ട് പഠനങ്ങൾ പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുഞ്ഞിലെ തന്നെ അമ്മമാർ, കുഞ്ഞിനെ നോക്കുന്ന പാരൻസ്, ഫാദർ ഓർ മദർ ആരായാലും
ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ കൈകളെക്കുറിച്ച് നമ്മൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കുഞ്ഞിൻ്റെ കൈ ഏതാ, കാലേതാ, കണ്ണ് തൊട്ട് കാണിക്ക്, ചെവി തൊട്ട് കാണിക്ക്, തല തൊട്ട് കാണിക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ ഭാഗം മാത്രം നമ്മൾ നാണിച്ച് പേടിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഇത് പറയാം, അയ്യോ ഇത് ഇങ്ങനെ പറയും എൻ്റെ കുഞ്ഞിനോട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത്? എല്ലാ പാരൻസും എൻ്റെ വാവേൻ്റെ കൈ ഏതാ കാണിക്ക്, കണ്ണ് ഏതാ കാണിക്ക്, തല തൊട്ട് കാണിച്ച് എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ട് കറക്റ്റ് ടേമിൽ ടേം അത് എന്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല? അപ്പോൾ തോന്നും കുട്ടിയല്ലേ, അവരെങ്ങനെ ഇത് പഠിച്ചെടുക്കുന്നു? പഠനങ്ങൾ പറയുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുറഞ്ഞ രീതിയിൽ ഇത് ഫീഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വളരുന്ന സമയത്ത് അവർക്ക് ഈസി ആയിട്ട് അത് പ്രോസസ്സ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുമെന്നുള്ളത്. സോ അതെല്ലാവരും ചെയ്യണം. ഇനി അതിനൊരു രീതിയിലും മടി വിചാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ വെറുതെ ആവശ്യമില്ലാതെ കളിയാക്കരുത്. അവർ ടീസ് ചെയ്യുന്ന ഒരു രീതി, എന്തിനാ ഒരുപാട് രീതിയിൽ കളിയാക്കുന്നതുണ്ടാവും. പക്ഷേ ഈ ഒരു കളിയാക്കൽ രീതി എന്ന് പറയുന്നത്, കുട്ടികൾ നമ്മുടെ കൈ വെച്ച് കണ്ണിൽ തൊടും, മുഖത്ത് തൊടും, മൂക്കിൽ തൊടും, ചെവിയിൽ തൊടും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടികൾ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ തൊടുന്ന സമയത്ത് ചില പാരൻസ് അത് അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ വളരെ മോശക്കാരാക്കുകയും അത് അവിടെ തൊടുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്ന് കുഞ്ഞിനെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കളിയാക്കലും, അവർ അയ്യോ ഞാനവിടെ തൊട്ടത് തെറ്റായിപ്പോയോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് കളിയാക്കി അവിടെ തൊടുന്നതും അത് ഒരു കളിയാക്കപ്പെടേണ്ട, മറച്ചു വെക്കപ്പെടേണ്ട എന്തോ ഒരു സംഭവമാണെന്നുള്ള ഒരു ധാരണ ആ കുട്ടീനെ കളിയാക്കിക്കൊണ്ട് ഉണ്ടാക്കുന്ന അത്തരത്തിൽ സ്നേഹിക്കുന്ന പാരൻസിന് നമ്മൾ കാണാറുണ്ട്. അവരത് അറിയാതെ ചെയ്യുന്നതാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു കുട്ടീനോട് ചെയ്യരുത്. അങ്ങനെ കളിയാക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ കുഞ്ഞുങ്ങൾ ചിലപ്പം അവിടെയൊക്കെ തൊടും, അതൊക്കെ ഉണ്ടാവും. നമ്മളതൊക്കെ ശ്രദ്ധയിൽ പെടുന്ന സമയത്ത് അതൊരു നല്ലൊരു അവസരമാണ് നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. കുഞ്ഞെ, ഇത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടാണ്, നമ്മുടെ ശരീരത്തിന് ഇൻറ്റേർണൽ പാർട്ടുണ്ട്, എക്സ്റ്റേണൽ പാർട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് പാർട്ടുമുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ശരീരം എപ്പോൾ വേണമെങ്കിലും തൊടാം, അത് നോർമലാണ്, നിനക്കാണ് അതിൻ്റെ റൈറ്റ് ഉള്ളത്, നിനക്ക് നിൻ്റെ ശരീരം എങ്ങനെ വേണമെങ്കിലും തൊടാം എന്നൊക്കെ പറയുന്നതിനോടൊപ്പം പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടാണ്. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണം അതിനെ തൊടാനും കാര്യങ്ങളൊക്കെ എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ. നിങ്ങൾക്ക് നിങ്ങളെ കുഞ്ഞുങ്ങളെ അറിയില്ലേ, അല്ലാതെ പിന്നെ വേറെ ആർക്കാണ് അവരെ അറിയാൻ പറ്റുക? അവർക്ക് മനസ്സിലാവുന്ന വേർഡ്സിൽ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അവർ പ്രൈവറ്റ് പാർട്ടിൽ തൊടുമ്പോൾ അയ്യേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് അവർക്ക് തന്നെ തോന്നും ഈ പ്രൈവറ്റ് പാർട്ടിൽ വേറെ ആരെങ്കിലും തൊട്ടാൽ നമ്മുടെ വീട്ടുകാരോട് പോയി പറയുമ്പോൾ അത് കളിയാക്കുന്നതും പേടിപ്പിക്കുന്നതും പറയാൻ പാടില്ലാത്ത, പറയാൻ കൊള്ളാത്ത എന്തോ ആണെന്നുള്ളൊരു സംഭവം നിങ്ങൾ തന്നെ ഫീഡ് ചെയ്യണം അവിടെ. അങ്ങനെയുള്ള കുട്ടികൾ വേറെ ആരെങ്കിലും അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ തൊടുകയോ മോശമായിട്ട് അവരെ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളോട് വന്ന് പറയാൻ പേടിക്കും. കാരണം നിങ്ങൾ അതിനെ വേറെ എന്തോ ആക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. സോ അത് ഒഴിവാക്കുക. കുട്ടികളെ അതിൻ്റെ പുറത്ത് കളിയാക്കുന്നത് ഒഴിവാക്കുക. മറിച്ച് എന്താണ് പ്രൈവറ്റ് പാർട്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൺസെൻറ്റ്, സമ്മതം എന്നത്. അതിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. വളരെ കുഞ്ഞായിരിക്കുന്ന കുട്ടികളെ തന്നെ ചിലർ വളരെ ഫോഴ്സ്ഫുള്ളി എടുക്കുക, ഉമ്മ വെക്കുക, കെട്ടിപ്പിടിക്കുക എന്ന് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനു പകരം പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കേൾക്കുമ്പോൾ വളരെ വിയേർഡായിട്ട് തോന്നും, പക്ഷേ പഠനങ്ങൾ പറയുന്നതാണ്, കുട്ടീനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞിനൊന്ന് ഉമ്മ വെച്ചോട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറ്റി തരട്ടെ, ഞാൻ എൻ്റെ കുട്ടീനെ കുളിപ്പിച്ചോട്ടെ എന്നുള്ള ഒരു പെർമിഷൻ ചോദിക്കുന്ന പോലെ, ഒരു കൺസെൻറ്റ് ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരിലുണ്ടാവുന്നത്, നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും തൊടണമെങ്കിൽ നമ്മുടെ കൺസെൻറ്റ് വേണമെന്നുള്ള ഒരു ശക്തമായ കാര്യം അവിടെ അവരിൽ ലോങ് ടേം ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക.
ഇൻ കേസ് നമ്മൾ സ്നേഹത്തോടെ നമ്മളെ കുട്ടികളെ ഉമ്മ വെക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും പരിഗണിക്കുമ്പോഴൊക്കെ ഒരു പക്ഷേ നമുക്കിങ്ങനെ ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ മീൻ വൈൽ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അത് പതിയെ 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 റിപ്പീറ്റഡ്ലി ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് കൺസെൻറ്റ് എന്നതിൻ്റെ അങ്ങനെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെടുത്ത് ഏതെങ്കിലും ആളുകൾ ബാഡ് ടച്ചിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ നോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ടച്ചുകളെ അവർ മാക്സിമം തടയാൻ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ശ്രമങ്ങളുണ്ടാവും. ഇങ്ങനെ ഒന്നും അറിയാത്ത നമ്മുടെ പാവം കുഞ്ഞുങ്ങൾ ഇതെന്താണ് ഇവർ ചെയ്യുന്നതെന്നോ ഇവർ സ്നേഹിക്കുകയാണോ ഉപദ്രവിക്കുകയാണോ ഒന്നും അറിയാതെ പാവങ്ങൾ കഷ്ടപ്പെട്ട് നീറി നൊന്ത് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കുഞ്ഞുങ്ങളല്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും നമ്മൾ ചെയ്യുക. കൺസെൻറ്റിൻ്റെ പ്രാധാന്യം നമ്മൾ അവരുടെ വളർത്തുന്ന ഓരോ ഘട്ടത്തിലും പല രീതിയിൽ നമ്മൾ ഫീഡ് ചെയ്യുക. ഇതൊക്കെ അവർക്ക് ബാഡ് ടച്ചിനെ ഓട്ടോമാറ്റിക്കലി നോ സ്റ്റോപ്പൊക്കെ പറഞ്ഞ് നിർത്താൻ പറ്റും. ഒരുപക്ഷെ അങ്ങനെയൊക്കെ നിർത്തുന്ന സമയത്ത് അമ്മേ അല്ലെങ്കിൽ അച്ഛ അങ്കിൾ എന്നെ ഇന്ന് ഇങ്ങനെ തൊടാൻ വന്നു, അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വയറാവാൻ പറ്റും. നമ്മൾ വിശ്വസിച്ചിരുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല, അവരെ അടുത്ത് നമ്മളെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. നമ്മളെ കുട്ടികളിങ്ങനെ ഇതൊന്നും അറിയാതെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്താ, നമ്മളും ഇതിനെക്കുറിച്ച് അറിയില്ല. ആ കുട്ടിയെല്ലാം അനുഭവിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, ഒരു പക്ഷേ ജീവനും പോയതിന് ശേഷമായിരിക്കും നമ്മളിതൊക്കെ അറിയുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കുക. നാലാമതായിട്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ബൗണ്ടറീനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ ശരീരത്തിൽ ആര് തൊടണം ആര് തൊടണ്ട എന്നൊക്കെ അവർക്ക് പതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കംഫർട്ടബിലിറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് നമ്മൾ തൊടുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കൂടുതൽ പറയുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും, അപ്പോൾ എൻ്റെ ഫ്രണ്ട് സ്നേഹത്തോടെ എന്നെ വന്ന് തൊട്ടാലോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാലോ എന്നൊക്കെ. കുട്ടികൾ അവർ ഭയങ്കര ക്യൂരിയസ് ആണ് ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അവർ തന്നെ നമ്മളൊന്ന് അവരോട് സംസാരിച്ച് തുടങ്ങിയാൽ മതി. അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. ഞാൻ എങ്ങനെയാണ് അമ്മ ഉണ്ടായത്, ഞാൻ എങ്ങനെയാണ് അച്ഛൻ ഉണ്ടായതെന്നൊക്കെ. അതൊക്കെ നമുക്ക് കിട്ടുന്ന ചെറിയ 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 വഴികളാണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്. അവിടെ ഒന്ന് പോയി അവിടെ നിന്ന് ഇതൊക്കെ ഈ പ്രായത്തിലാണോ ചോദിക്കേണ്ടത്, ഇതൊക്കെ ചോദിക്കാൻ അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ ആ കുട്ടികളെ അകറ്റുന്ന സമയത്ത് അവർ ഒന്നും അറിയാത്ത കുട്ടികളായിട്ട് വളരെയും ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കും നമുക്കും ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബൗണ്ടറീസിനെ കുറിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതുപോലെ യു ആർ ദി ബോസ് ഓഫ് യുവർ ബോഡി എന്നുള്ളൊരു സാധനം അവരെ പറഞ്ഞു മനസ്സിലാക്കുക. ഒരു കുട്ടിയുടെയും ബാല്യം നിശബ്ദമായ നിലവിളികളിലൂടെ കടന്നു പോകാതിരിക്കട്ടെ. ആരാരും പറയാനില്ലാതെ ലജ്ജയും ഭീതിയും ചേർന്ന് ഒരു കുഞ്ഞും മൗനത്തിലേക്ക് തള്ളപ്പെടാതിരിക്കട്ടെ. ഓരോ കുഞ്ഞും ഇനി ലജ്ജിക്കാതെ പേടിക്കാതെ മൗനമായി ഇരിക്കാതെ അവരുടെ ശരീരത്തിനെക്കുറിച്ച് അറിയാനും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും അവരുടെ ശരീരത്തിനെ സംരക്ഷിക്കാനും അതിൻ്റെ അതിർവരമ്പുകൾ സ്ഥാപിക്കാനും അധികാരമുള്ളവരാകട്ടെ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനു മുന്നേ പാരൻസിനോടൊരു കാര്യം, സ്നേഹമില്ലാത്ത, വാത്സല്യമില്ലാത്ത, പരിഗണനയില്ലാത്ത, കരുതലില്ലാത്ത, കുട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളുടെ കുഞ്ഞ്, ഒരു ഗൃഹാന്തരീക്ഷത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി വേറെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതിലൊന്നും കാര്യമുണ്ടാവില്ല. അവർക്ക് മനസ്സമാധാനമായി സ്നേഹത്തോടെ സമാധാനത്തോടെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം നമ്മളെ കൊണ്ടാവുന്ന പോലെ ഒരുക്കി കൊടുക്കുക. അവരുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവുക. ആരാണ് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് കടന്നു കയറുന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുക. ഇനി നമ്മളാണ് അവരുടെ അത്തരം സന്തോഷങ്ങളിലേക്ക് കടന്നു കയറുന്നതെങ്കിൽ, നമ്മളാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാത്തത്, നമ്മളാണ് അവരെ ഉപദ്രവിക്കുന്നതെങ്കിൽ, നമ്മളാണ് നമ്മളെ കുഞ്ഞുങ്ങളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അറിയാത്ത രീതിയിലോ അറിഞ്ഞിട്ടോ അവരെ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഒരിത്തിരി കരുണ അവരോട് കാണിക്കുക, അവർക്ക് വേണ്ടി നമ്മൾ മാറുക. സോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.